സാറേ തല്ലി പൊളിക്കല്ലേ. എടോ ഇതൊന്ന് തുറക്കടോ. ബുദ്ധിമുട്ടാ. അതല്ലേ തന്നോട് പറഞ്ഞത്. തുറക്കാനല്ല, തുറന്നാലാ ബുദ്ധിമുട്ട്. അത് പൊളിച്ചില്ലേ? എന്താ മണം? അതാ പറഞ്ഞ തുറന്നാ ബുദ്ധിമുട്ടാണെന്ന്. അപ്പുറത്തെ ഫിഷ് മാർക്കറ്റാ. അല്പം കാറ്റും വെളിച്ചോ ഇല്ലാതെ എങ്ങനെയാണോ ഈ മാളത്തിൽ കഴിയാ? ഇപ്പൊ കാറ്റും വെളിച്ചും മുറി നിറച്ചും നല്ല സ്മെല്ലും ആയില്ലേ. വിവരമുള്ളവർ പറഞ്ഞാ കേക്കണം. വകുപ്പടിക്കാതെ താൻ അടയ്ക്കാൻ നോക്ക്. ഞാൻ പോയി ടൂൾസ് എടുത്ത് വരാം. ഇനി ആന ചവിട്ടിയാൽ തുറക്കാത്ത കുടത്തിലാക്കി തരാം. ഇപ്പൊ വരാം. അങ്ങോട്ട് മാറിക്ക്. അടച്ച് ബന്ധവസാക്കി തരാം. അങ്ങോട്ട് മാറിന്ന്. വേണ്ട. എന്ത് വേണ്ടാന്ന്? അടക്കണ്ട. മീന്റെ നാറ്റം വരുന്നില്ലേ? ഞാൻ സഹിച്ചോളാം, ഇയാള് പോ. ഹലോ, അവിടെ ഏതോ ലേഡീസാ താമസിക്കുന്നത്. വെറുതെ ചീത്തപ്പേരുണ്ടാക്കല്ലേ. ആർക്ക് ചീത്തപ്പേര്? തന്റെ ഫസ്റ്റ് കസിനൊന്നും അല്ലല്ലോ അപ്പുറത്ത് താമസിക്കുന്നത്. ഇയാള് പോടോ. ഞാനും കൂടി നോക്കട്ടെ. തന്നോടാ പോവാൻ പറഞ്ഞ. ഓ, ചൂടാവുന്ന കണ്ടാ തോന്നി ഇയാളെ കച്ചൻ അവിടെ താമസിക്കുന്നത്. मेरी आवाज ही पहचान है, गर याद रहे ओ नाम गुम जाएगा, चेहरा ये बदल ഹായ്. ഹായ്. നമ്മളിപ്പോ അയൽവാസികളാണ്. ആ വിൻഡോ മുമ്പ് അടഞ്ഞിടക്കായിരുന്നല്ലോ. അതൊരിക്കൽ തുറന്നാ പിന്നെ അടയ്ക്കാൻ പാടാ. അടച്ചാ തുറക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് കരുതിയതുകൊണ്ട് അടയ്ക്കുന്നില്ല. ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ള സ്മെല്ല് ഭയങ്കര. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല കാഴ്ച കാണുമല്ലോ എന്നുള്ള ആശ്വാസത്തിലാ. അവിടുന്ന് ഇപ്പൊ കാഴ്ചന്ന് പറയാൻ എന്റെ മോന്തയാവും കാലത്തൊക്കെ. അതത്ര ബോറല്ല. ചുമ്മാ സൂപ്പീര്. ഈ കണ്ണട കൊറേ കാലമായോ അവിടെ? ഷോർട്ട് സൈറ്റ്. ഈ കണ്ണട വെച്ച പെമ്പിള്ളേരെ പണ്ടേ ഒരു ഡിസ്റ്റൻസ് തോന്നും. ചുമ്മാ കയറി ഹെഡ് ചെയ്യാൻ തോന്നില്ല. ഒരു ഫോൾ സീരിയസ്നെസ് ഉണ്ടാവും. ഈ ചുമ്മാ കയറി ഹെഡ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് ഇതൊരു രക്ഷയാ. ആമ്പിള്ളേര് നോക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് മൂത്ത് കോണ്ടാക്ട് ലെൻസ് വെച്ച പലരെ അറിയാം. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നുമ്പോ ചോദിക്കാം, എവിടെയായി കോണ്ടാക്ട് ലെൻസ് കിട്ടുന്നതെന്ന്. ചോദിച്ചാൽ അത് ഫെയർ ആണോന്നറിയില്ല. അമ്മ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ അച്ഛനോ മറ്റു ബന്ധുക്കളോ ഒന്നും. കഥയാണ്. ഒരു 300 എപ്പിസോഡ് TV സീരിയലിനുള്ള വകുപ്പുണ്ട്. മഹാധനികനും സുപ്രസിദ്ധനുമായ മനുഷ്യന്റെ ഏക മകൾ അന്യജാതിക്കാരനും ദരിദ്രനുമായ ഒരു തുക്കട ജൂനിയർ വക്കീലിന്റെ പൊളിച്ചോടുന്നു. അച്ഛൻ കോംപ്രമൈസ് ചെയ്യുമെന്ന വിശ്വാസത്തിൽ മകൾ കാത്തിരുന്നു. പക്ഷേ നോ ഫലം. പഴയ തുക്കട വക്കീൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറായി. പുള്ളിക്ക് പക്ഷേ ഭാര്യയും മകളെയും, അത് ഞാനാണ്, ആ ഭാഗ്യവതിയായ പുത്രി, രണ്ടുപേരെയും കാണുന്നതേ അലർജിയായി. പഴയ പ്രണയകഥയിലെ ധീരനായിക ഒരു മനോരോഗിയായി മാറുന്നു. പ്രസ്തുത വക്കീൽ ഒരു ദിവസം രാത്രി ഭാര്യയും മകളെയും വീട്ടിൽ നിന്നിറക്കി വിടുന്നു. 1 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവർ നോർമലായി. മകൾക്കൊരു ജോലിയുള്ളതുകൊണ്ട് രണ്ടുപേരും പിഴച്ചു പോകുന്നു. എപ്പിടി, സംഭവം സൂപ്പർ ഹിറ്റല്ലേ? ക്ലൈമാക്സ് കാത്തിരിക്കാം. ഇപ്പോ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ കൂടി രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. അതെ, അയാളുടെ റോൾ എന്തായിരിക്കും? ഇപ്പോഴത്തെ സ്റ്റേജിൽ ചുമ്മാ നായികയുടെ പുറകെ അവള് പറയുന്ന കഥകളും കേട്ട് നടക്കുക. നാളെ ചിലപ്പോ പുള്ളിക്ക് പല ഭാരിച്ച ജോലികളും കാണും. അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ബൈ. ഇതേത് ടൈപ്പ്? കൗസു, കൗസു, എന്തിന്റെ ഭാവം നിങ്ങക്ക്? ഞാനൊന്ന് പറയട്ടെ കൗസു. കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. പരീക്കുട്ടിയായ എന്താ? എന്തിനാ അയാളെ വിളിക്കുന്നേ? ഞാനൊന്നും മിണ്ടി പോവരുതേ. പരീക്കുട്ടി,
എന്താ എന്തിനാണ് ഇങ്ങനെ കീറുന്നത്? കാരണവരെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഒരു ശരിയാടുണ്ടെന്ന്. എന്താ എന്നെ പീഡിപ്പിക്കാനായിട്ട് വന്നോ നായര്? ഇന്റെ അടുത്ത് പരുത്ത് നടക്കും. ഞാൻ നോക്കുമ്പോഴേ ഈ ജാലത്തിലൂടെ ഒളിഞ്ഞു നോക്കായിരുന്നു പഴയൻ. അയ്യോ അബദ്ധം പറയരുത്. അകത്ത് കൗസല്യ. കൗസല്യ കൈക ഇങ്ങോട്ട് വരുന്ന നേരങ്ങൾ. പരികുട്ടി ഞാൻ പറയട്ടെ, കൗസല്യ. ആ ഇന്ന് രാവിലെ നിങ്ങളെ മുഖം കണ്ടതും പന്തം കണ്ട തുറപ്പന്റെ ആ സ്ത്രീ ഓടുന്നു ഞാൻ കണ്ടതാ. പറയുന്നായരെ എന്താ പ്രശ്നം? അവിടെ നിൽക്കാനാ കൗസല്യോട് പറഞ്ഞത്. ഞാൻ നിക്കണില്ല, ഞാൻ പോവുക. എവിടേക്കും വിടില്ല നിങ്ങളെ ഇപ്പം. അവിടെ നിൽക്കാൻ വിട് സരസ്വതി എന്നെ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് ചത്തോട്ടെ, എനിക്ക് മതി. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. വെറുതെ കെട്ടും മണ്ണും അടുത്തിറങ്ങി അങ്ങ് പോവാ. എന്താ ഇറങ്ങി ഓടുക. എവിടേക്കാന്ന് ചോദിച്ചപ്പോ ചാവാൻ പോവാത്രേ. അത് കൊള്ളാം. ഇതെന്നാ പറ്റി? മുറി കിടന്ന് കരയുന്നത് ഞാൻ കണ്ടതാ. ചോദിച്ചപ്പം മിണ്ടാട്ടോ ഇല്ല. ആ എന്തെങ്കിലും മനപ്രയാസം കാണുമെന്ന് കരുതി ഞാൻ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല. എന്താ കാര്യം പറ കൗസല്യേ. എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കാതെ പിന്നെ? കാലം കുറച്ചായില്ലേ ഒരുമിച്ച് കഴിയുന്നത്. അപ്പോ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം പറയാതെ കൗസല്യെ എങ്ങോട്ടും വിടുകയല്ല. കാര്യം ഞാൻ പറയാം. അവരോട് മുറിയിലേക്ക് പോകാൻ പറ. ചെല്ലി ലക്ഷ്മി എടുത്ത് കൊണ്ടായി മുറി കൊണ്ടാക്ക്. വാ കൗസല്യേ. എന്താ വരികുട്ടി? മുരുകാ, കൗസല്യ ഉங்களுடைய ഭാര്യയാക്കുമാ? ശിവ ശിവ. നായര് കുറച്ചു കാലായി മൂപ്പത്തിനും തിരക്കി നടക്കുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. വെപ്പ് പണിയുടെ പേരും പറഞ്ഞ് ഇതിനകത്ത് കയറി കൂടി. എന്തിന്? സ്വന്തം പെണ്ണും പിള്ളയെ മറന്നിട്ട് കണ്ടവളൂടെ പോയതല്ലേ? ആ എന്നിട്ട് തിരക്കി നടന്നതിന്റെ കഷ്ടം പറയുന്നു. സംഗീതം എന്നെയും ലീലാമണിയെയും അടുപ്പിച്ചു. മറ്റു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അബദ്ധം പറ്റി. ഏത് പുരുഷനും പറ്റാവുന്ന ഒരു അബദ്ധം. കുനിച്ചു നിർത്തി മുതുകത്ത് കുത്തേണ്ടതാ. അബദ്ധം പറ്റിയെന്ന്. സാറാമ്മേ പോലീസ് മുറ വേണ്ട. ഇങ്ങനെ പറഞ്ഞു വിട്ടേക്ക് എത്രയും വേഗം. ഇല്ലെങ്കിൽ കൗസല്യമ്മ അടങ്ങില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു വിട്ടാ പിന്നെ വിഴുങ്ങാനുള്ള നിങ്ങളുണ്ടാക്കോ? ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചൂടെ ടീച്ചറെ? പതിയെ നോക്കാം. അവരുടെ വർഷം കൂടി കേക്കണ്ടേ? വലിയ സംഭവം ഒന്നല്ല ടീച്ചറെ. മൂപ്പർക്ക് ചെറിയൊരു ലഫ് തോന്നി. കഷ്ടകാലത്തിന് മൂപ്പത്തി അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. கௌசல்யோட நேச்சர் தான் நமக்கு தெரியுமே. சின்ன ப்ராப்ளத்தை கூட ரொம்ப பெருசாக்கிடுவா. ദയവായി എന്നോട് പോവാൻ പറയരുത്. ഞാൻ ആ അടുക്കള വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. എനിക്ക് കാണുകയും വേണ്ട. ഇവിടെ ഒരു കൂരയുടെ കീഴില് അവളും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ കഴിഞ്ഞോളാം. പാവം, അവർ ഇങ്ങേ ഇരിക്കട്ടുമേ. ഇവിടെ നിൽക്കട്ടെ സരസ്വതി. നമുക്ക് മയത്തിൽ കൗസല്യാമ്മയെ വിളിച്ച് സംസാരിച്ച് നേരെയാക്കാം. എന്താ? അതെ. എന്നാ നായരെ, സ്വന്തം ഭാര്യയെ മറന്ന് വേറൊരുത്തിയുമായിട്ട് ചിറ്റം കൂടാൻ പോയിട്ട് ശിക്ഷയായിട്ട് കുറച്ചു ദിവസം ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വെച്ച് വിളമ്പ്. ആ അതെ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോന്ന് ഞങ്ങൾ ശ്രമിക്കാം. ഓ എന്നാ വാ. വാ. എന്തായാലും കൊള്ളാം. വയസ്സുകാലത്ത് വയസ്സുകാലത്താണെങ്കിൽ ഇരിക്കാൻ വയ്യ. നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മിസ്റ്റർ നായർ. ഐ ആം സോറി. താങ്ക് യു.